ഹലോ ഗൈസ്, നമ്മുടെ RRB PO എക്സാം അടുത്ത് കഴിഞ്ഞെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് RRB POയിലെ മെയിൻസിൽ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യനായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാവുന്നതാണ്. ഈ സെക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സ്പീഡ് ഓഫ് സ്ട്രീം ടു സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഓഫ് സ്ട്രീം ടു സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താ? 4:9 റേഷ്യോയിലാണെന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു കവർ 270 കിലോമീറ്റർ അപ്സ്ട്രീം. 270 കിലോമീറ്റർ അപ്സ്ട്രീം പോവാനായിട്ട് അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? അപ്പം അപ്സ്ട്രീം പോവാനായിട്ട് എത്ര എടുക്കുന്നുണ്ട്? T ഹവേഴ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ എന്താ 468 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാനായിട്ട് എത്ര മണിക്കൂർ എടുക്കുന്നെന്ന് പറയുന്ന T-6 ഹവേഴ്സ് എടുക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിൽ 8 മണിക്കൂർ സ്റ്റിൽ വാട്ടറിൽ സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കേ. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? ഈ 4 + 9 അതായത് 13 ആയിരിക്കത്തില്ലേ? 13x ആയിരിക്കത്തില്ലേ? അങ്ങനെ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി. നമുക്ക് അപ്സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? അപ്പൊ 9 - 4 5x ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ഇവരുടെ രണ്ടുപേരുടെ കൂടെ ഡിഫറൻസ് എത്രയാന്ന് പറയുന്നത് നമുക്ക് കിട്ടും. 6 ഹവേഴ്സ് ഒന്നും കിട്ടത്തില്ലേ? ഈ അപ്സ്ട്രീം പോകുന്നത് T ഹവേഴ്സ് ആണ്, ഡൗൺ സ്ട്രീം പോകുന്നത് T-6 ഹവേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 6 ഹവേഴ്സ് ആയിരിക്കത്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 270 അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 5x അല്ലേ? മൈനസ് 468 13x എന്ന് പറയുന്ന ആരാണ്ട് 6 അല്ലേ? ഇത് സോൾവ് ചെയ്താ പോരെ? 54 വരും. 39 78 6 ഡിഫറൻസ് എടുക്കുമ്പോ എന്ത് വരും? 18/x എന്ന് പറയുന്നത് എത്ര വരും? 6 എന്ന് വരും. x എന്ന് പറയുന്നത് എത്ര വരും? അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. x 3 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡ് എത്രയായിരിക്കും? ഇവിടെ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? അല്ല, ബോട്ട് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് ഇവിടെ ഉണ്ട് നമുക്ക്. അതിൽ കൊണ്ട് എന്ത് ചെയ്യാം? നേരെ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27 km/h എന്ന് കിട്ടത്തില്ലേ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്ക് എത്ര മണിക്കൂറിൽ? 8 മണിക്കൂറിൽ പോവുകയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പൊ 27 × 8 ചെയ്താൽ പോരെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ? നമുക്ക് എത്ര കിട്ടും? 27 × 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടെ? 160 56 216 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആരാ? നമുക്കൊരു ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ടൈം ടേക്കൺ ബൈ ദ പൈപ്പ് P and Q ടു ഫിൽ ദ ടാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? P-യും Q-വും കൂടെ ഒരുമിച്ച് ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്? 120/23 ഹവറിന് എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ടൈം ടേക്കൺ ബൈ ദ ഡ്രെയിൻ പൈപ്പ് S എന്ന് പറയുന്ന ഒരു ഡ്രെയിൻ പൈപ്പ് ആണ്. ഓക്കെ, അത് എത്ര സമയം എടുക്കും? P-നേക്കാളും 12 മിനിറ്റ് കൂടുതൽ എടുക്കും. P എടുക്കുന്ന സമയത്തിനേക്കാളും 12 മിനിറ്റ് കൂടുതലാണ് ആരെടുക്കുന്നത്? ഡ്രെയിൻ പൈപ്പ് ആയിട്ടുള്ള S എടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ടൈം ടേക്കൺ ബൈ Q ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് എടുക്കും? സോറി, ഇത് മിനിറ്റ് ആണ് കേട്ടോ, ഹവർ അല്ല കേട്ടോ, മിനിറ്റ് ആണ്. അപ്പൊ Q എത്ര സമയം എടുക്കുന്നത് പറയുന്നുണ്ട്? 15 മിനിറ്റ് ആണ് എടുക്കുന്നത് Q ഒറ്റയ്ക്ക്. അപ്പോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ എന്താ 120 ടോട്ടൽ വർക്കായിട്ട് എടുത്തു. കുഴപ്പമുണ്ടോ? ഇല്ല. 120 ടോട്ടൽ വർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ Qന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? Qന്റെ മാത്രം എഫിഷ്യൻസി എത്രയായിരിക്കും? ഇവിടെ 8 ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P+Qന്റെ എഫിഷ്യൻസി അല്ലേ 23? അതായത് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? ഈ ഒരു ഇതിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ 120 ഞാൻ ടോട്ടൽ വർക്കായിട്ട് എടുത്താൽ ഈ താഴെ കിടക്കുന്നത് 23 ആയിരിക്കും. ഇവിടെ എഫിഷ്യൻസി ആയിരിക്കത്തില്ലേ? ടോട്ടൽ എഫിഷ്യൻസി ആയിരിക്കത്തില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ആരാ? P മാത്രം ചെയ്യുന്ന എത്ര കിട്ടും നമുക്ക്? Pന്റെ എഫിഷ്യൻസി എത്രയെന്ന് കിട്ടും? Pയുടെ എഫിഷ്യൻസി നമുക്ക് 15 എന്ന് കിട്ടില്ലേ? 15 ആണ് Pന്റെ എഫിഷ്യൻസി എങ്കിൽ 120 വർക്ക് ചെയ്യാൻ P എത്ര സമയം എടുത്തു? നമ്മുടെ
120 വർക്ക് ചെയ്യാൻ പി 8 മണിക്കൂറല്ലേ എടുത്ത് കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസിന്റെ ടൈം കണ്ടുപിടിച്ചൂടെ? എസ് എടുത്ത ടൈം എന്ന് പറയുന്നത് അപ്പൊ എത്ര മിനിറ്റ് ആണ്? 20 മിനിറ്റ് അല്ലേ? ഇനി എന്താ പറയുന്നുണ്ട്? റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ ആർ ടു ഫിൽ അപ്പ് ദ ടാങ്ക് പി. സോറി, റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ ആർ ടു ഫിൽ അപ്പ് ദ ടാങ്ക് ആൻഡ് ക്യൂ ടു ഫിൽ അപ്പ് ദ ടാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? ആറിന്റെയും ക്യൂവിന്റെയും ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നുണ്ട് 4:5 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചായിരിക്കത്തില്ലേ? 5:4 ആയിരിക്കത്തില്ലേ? ഇവിടെ ക്യൂവിന്റെ എഫിഷ്യൻസി നമുക്ക് എത്രയെന്ന് കിട്ടി? ഈ 4 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആറിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? ഇവിടെ 10 ആയിരിക്കത്തില്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ ടൈം ടേക്കൺ by the to fill the whole tank when all pipes are open to them. അപ്പൊ നമുക്ക് ഇവിടെ എഫിഷ്യൻസി എത്രയാണ് കിട്ടി? പിയുടെ എഫിഷ്യൻസി എത്രയാണ്? പിയുടെ എഫിഷ്യൻസി 15, ക്യൂയുടെ എഫിഷ്യൻസി 8, ആറിന്റെ എഫിഷ്യൻസി 10, എസിന്റെ എഫിഷ്യൻസി എത്ര? എസിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 20 മിനിറ്റ് കൊണ്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഡ്രെയിൻ പൈപ്പ് ആണ് കേട്ടോ ഇത്. അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ 6 ആയിരിക്കത്തില്ലേ? 120/20 6 ആറിന്റെ എഫിഷ്യൻസി, എസിന്റെ എഫിഷ്യൻസി. അപ്പൊ ടോട്ടൽ എഫിഷ്യൻസി എത്ര വരും ഇവിടെ? 15 × 23 33 6 പോയ 27. ഓക്കെ. അപ്പൊ എത്ര നമുക്ക് എത്രയെന്ന് കിട്ടും? 120/27 കിട്ടില്ലേ? ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഇതിന് ആരെയും കിട്ടാം. 3 ദിവസം കിട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 40 കിട്ടും. 40/9 ഉണ്ടോ? യെസ്, 40/9. ഓപ്ഷൻ 2 ആണ്. ഓക്കെ. ഇത് നമുക്ക് മെയിൻസിൽ ചോദിക്കാം. RRBPO മെയിൻസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു നമ്പർ സീരീസിലെ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് അവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാവുന്നതായിരിക്കും താഴെ. ഓക്കെ. ഇവിടെ എന്താ പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഇതേ സെയിം പാറ്റേൺ ആണ് ആര് ഫോളോ ചെയ്യുന്നത്? സെക്കൻഡ് സീരീസ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബ്ലാങ്ക് ഉണ്ട്. അതായത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ബ്ലാങ്ക് ഉണ്ട്. എന്നിട്ട് നമ്മുടെ ഓപ്ഷൻ നോക്കുക, അത് ഫോളോ ചെയ്യുന്ന കണ്ടീഷൻ എത്ര ഉണ്ടെന്ന് നോക്കുക. ഓക്കെ. ഇത് ഏതൊക്കെ ട്രൂ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പാറ്റേൺ കണ്ടുപിടിക്കാം. ഇതെല്ലാം എന്താ? അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? എല്ലാം അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും എന്തായിരിക്കും? ഡിഫറൻസിന്റെ സീരീസ് ഉള്ളതായിരിക്കും. നമുക്ക് നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കാം. 218 230 പോകാൻ ഡിഫറൻസ് എത്രയാ? 12. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 30. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 56. ഇവിടെ എത്ര വരുന്നേ? 90 അല്ലേ? ഇനി എത്ര അടുത്ത് എത്ര പോകുന്നുണ്ട്? 98 132. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഈ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കുക. എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ടോപ്പ് ഇതെന്ന് പറഞ്ഞാൽ എന്താ? 12 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 4. 30 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 6. ഇതെന്താ? 7 × 8, 9 × 10. അപ്പൊ ഇത് എത്രയായിരിക്കും? 11 × 12. അപ്പൊ നമുക്ക് പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് എന്താ? ഇതേ ഡിഫറൻസ് ആണ് ആരും ഇവിടെ വരുന്നത്? രണ്ടാമത്തെ സീരീസിൽ വരുന്നത്. നോക്കുക. അവിടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാ? 39 എന്നുള്ള നമ്പർ വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം എന്താവും? ആദ്യം ഇതിലൂടെ എന്താവും? 12 കൂടും. അപ്പൊ അടുത്ത എത്രയാണ്? 51 വരും. അടുത്ത എത്ര വരും? ഇവിടെ അടുത്ത എത്ര വരും? ഇസഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇസഡ് ആണ്. ഇവിടെ വരുന്ന നമ്പർ ഇസഡ് ആണ്. 30 എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്ര വരും? ഇവിടെ 21 വരും. അടുത്ത നമ്പർ എക്സ് ആണ്. അവിടെ എത്ര കൂടും? 86 കൂടും. അപ്പൊ എത്ര വരും? 77 ആവും. ഇനി അടുത്ത എത്ര കുറയും? 90 കുറയും. 90 പറയുമ്പോൾ -13 വരും. അടുത്ത നമ്പർ ആരാണ്? ഇത് എക്സ് ആണ്. അടുത്തതാണ് ഇസഡ്. എത്ര കൂടും? 132 കൂടും. 132 കൂടുമെങ്കിൽ ഇസഡ് എത്രയാവും? അവിടെ 119 ആവില്ലേ? ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? y + 244
മൈനസ് ഇസഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് y ആണ് കേട്ടോ. y പ്ലസ് 244 കണ്ടുപിടിക്കണം. അപ്പൊ y പ്ലസ് 119 പ്ലസ് 244 മൈനസ് എത്രയാ 21 മൈനസ് 77. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 200 300 എത്ര വരും? 63 അല്ലേ? 363 വരും. 363 എത്ര കുറയ്ക്കുക? 98 കുറയ്ക്കുക. 100 കുറയ്ക്കുമ്പോൾ 263 പ്ലസ് 2 265. ഇതിന്റെ ആൻസർ 265 വരുന്നത്. 265 സാറ്റിസ്ഫൈ ആവുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കാം. ഓക്കെ, അയ്യോ 265 വരുന്ന ഓപ്ഷൻസുകളാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇസഡ് സ്ക്വയർ മൈനസ് 176. ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 441. 441 176 കുറയ്ക്കുന്നത് 265 ആണേ. നോക്കാം. 43 17 കുറയ്ക്കുന്നത് 26. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓപ്ഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തില്ല? രണ്ട് ഓപ്ഷനുള്ള ഓപ്ഷൻസ് ഇല്ലല്ലോ. ഏതർ എ ഓർ ബി ട്രൂ ആവുന്ന ഓപ്ഷൻസ് ഇല്ല. അവിടെ ഒന്നേ ട്രൂ ആവുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ എടുത്ത് വേണ്ടി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ശരിയാകണമെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ ഓപ്ഷൻസ് ചെയ്യാനുള്ള ആവശ്യമുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഓപ്ഷൻ ശരി ഉത്തരം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ആരെ ചെയ്യാം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, മെയിൻസിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നുള്ളത്? രണ്ട് ഇക്വേഷൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ അടിയിൽ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇവിടെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പറയുന്നത് എന്താ? ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിഫറൻസ് ഓഫ് റൂട്ട്സ്, അതായത് ആൽഫ മൈനസ് ബീറ്റ, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റ മൈനസ് ആൽഫയാവും ഡിഫറൻസ് ഓഫ് റൂട്ട്സ് എന്നേ പറയുന്നുള്ളൂ. അത് എത്രയാന്ന് പറയുന്നുണ്ട്? ഇവിടെ എത്രയാണ്? 15 ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് രണ്ട് റൂട്ട് വരും. അതിൽ ഒരു റൂട്ട് എന്താണ്? സെക്കൻഡ് ഇക്വേഷനിലെ റൂട്ടാണെന്ന് പറയാം. രണ്ടിനും ഒരേ കോമൺ റൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ വേറൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എന്താ? പിയും ക്യൂ എന്താ? പിയും ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് 6p പ്ലസ് 2. ഈ ഇക്വേഷനിൽ നമുക്ക് സം ഓഫ് റൂട്ട്സ് എന്താ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താ? മൈനസ് ബി ബൈ എ. ബി എന്ന് പറയുന്ന ആരാണ്? എക്സിന്റെ കോയിഫിഷ്യന്റ്. എ എന്ന് പറയുന്ന ആരാണ്? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ബി ബൈ എ എഴുതുമ്പോഴത്തേക്ക് എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? ബി ആരാണ്? മൈനസ് പി ആണ് ഇവിടുത്തെ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈനസ് ഓഫ് മൈനസ് ബി പ്ലസ് ബി ആവും. പി ബൈ 1 അതെന്ന് പറയുന്നത് എന്താവും? പി തന്നെയാവും. ഓക്കെ, ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താ? സി ബൈ എ നമ്മൾ പഠിച്ചിട്ടില്ലേ? സി എന്ന് പറയുന്ന ആരാണ്? കോൺസ്റ്റന്റ്. എ എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ സി ബൈ എ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എത്രയാ? മൈനസ് 6p പ്ലസ് 2 ആണ്. മൈനസ് ഞാൻ ബ്രാക്കറ്റിനകത്ത് കയറ്റുമ്പോ എത്ര വരും? മൈനസ് 6p മൈനസ് 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1. അങ്ങനെ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? മൈനസ് 6p മൈനസ് 2 എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി ഞാനൊരു എന്ത് പഠിപ്പിക്കാം? നമ്മള് എന്ത് പറയുന്നുണ്ട്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല പറഞ്ഞേ. നോക്കൂ, എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോ ഇനി ഇതിൽ ഓക്കെ, നമുക്ക് ഇവിടെ ആര് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് ആരുണ്ട്? ആൽഫ മൈനസ് ബീറ്റ തന്നിട്ടില്ലേ? 15 തന്നിട്ടില്ലേ? ഓക്കെ, അത് നമ്മൾ എഴുതി വെച്ചേക്കുക. ആൽഫ പ്ലസ് ബി, ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് ആരാണ്? 15 തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവാ. എ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എയും എയും വെട്ടിപ്പോവും, ബിയും ബിയും വെട്ടിപ്പോവും. മൈനസ് ഓഫ് മൈനസ് ആരാവും? പ്ലസ് ആവും. 4 എ ബി ആവൂലേ? അപ്പൊ നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്? ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്, ആൽഫ മൈനസ് ബീറ്റ ഉണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്താ? ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താ? പി ആണ്. അപ്പൊ പിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ. ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് ആരാണ്? 15 ആണ്. അപ്പൊ എത്ര? മൈനസ് 15 സ്ക്വയർ എത്ര? 225 ഈസ് ഈക്വൽ ടു ആരാ? 4 into എ ബി. ആൽഫ ബീറ്റയുടെ വാല്യൂ എത്രയാ? ഇത്. അപ്പൊ 4 into ഈ വാല്യൂ. 4 into ഈ വാല്യൂ ചെയ്യുമ്പോൾ എത്ര വരും? 4 into മൈനസ് 6 മൈനസ് 24 പി മൈനസ് എത്ര വരും? 8 വരില്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക. നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ ഇത് ഇപ്പുറത്ത് വരും. പി സ്ക്വയർ പ്ലസ് 24 പി. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് ആവും. മൈനസ് എത്ര വരും? 217 അല്ലേ? ഓക്കെ അല്ലേ? ഈക്വൽ ടു 0 വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെങ്ങനെ സ്പെൻഡ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, വലിയ ടൈപ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പെട്ടെന്ന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നോക്കൂ, ഇവിടെ ഒരു ഈവൻ നമ്പർ ആണ് വന്നിരിക്കുന്നത്. 24 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ 24ന്റെ പകുതി നമ്മൾ എടുക്കുക. എത്ര വരും? 12 വരും. 12ന്റെ സ്ക്വയർ എടുക്കുക. എത്രയാ വരുന്നത്? 144 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ ഇവിടെ മൈനസ് ആണ്. കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഞാനിത് ക്വാഡ്രാറ്റിക് വലിയ ഇക്വേഷൻ വരുമ്പോൾ ഇവ പെട്ടെന്ന് കിട്ടുന്നില്ല. 31 7 ആണ് ഇതിന്റെ റൂട്ട് വരിക. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല. റൂട്ട് എത്രയാണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, അതായത് എക്സിന്റെ കോയിഫിഷ്യന്റ് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള ഇതാണ്. അപ്പൊ ഇവിടെ കിടക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് കൊണ്ടൊന്ന് പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും ഇവിടെ? 11 6 361. ഈ 361 എന്ത് ചെയ്യുക? റൂട്ട് എടുത്ത് കൊടുക്കുക. അപ്പൊ എത്ര വരും? 19 വരില്ലേ? അല്ലേ? 19 വരില്ലേ? ഈ 19ന്റെ കൂടെ നമ്മൾ ഈ 12ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ 19 ആഡ് ചെയ്യുക, 19 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര വരും? ഇത് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ സൈൻ ആദ്യമേ ഇടരുത്. ഓക്കെ, ജസ്റ്റ് വലുതിൽ നിന്ന് ചെറുത് മാത്രം കുറച്ചാൽ മതി. അപ്പൊ 19 7 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 12 പ്ലസ് 19 31 വരും. 19 മൈനസ് 12 എത്ര വരും? 7 വരും. ഇനി ഇവിടെ ആരാ? പ്ലസ് മൈനസ് ആണ്. അപ്പൊ ആരാ? വലിയ നമ്പർ നെഗറ്റീവും ചെറിയ നമ്പർ പോസിറ്റീവും. ഓക്കെ, അപ്പൊ 37 മൈനസ് 31 7 ആണ് ഇതിന്റെ റൂട്ട് എന്ന് കിട്ടി. സോറി, ഇതിന്റെ റൂട്ടല്ല, സോറി. പിന്റെ വാല്യൂ എത്രയാ? മൈനസ് 31 അല്ലെങ്കിൽ 7 വരാം. ഓക്കെ, ഇനി എന്താ? ഈ മൈനസ് 31 നമുക്ക് നെഗ്ലക്ട് ചെയ്തുകൂടെ? കാരണം പിയും ക്യൂവും ആരാന്ന് പറയുന്നുണ്ട്? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മൈനസ് 31 നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ പിയുടെ വാല്യൂ എത്രയുടെ? പിയുടെ വാല്യൂ എത്ര കിട്ടും? പിയുടെ വാല്യൂ 7 എന്ന് കിട്ടും. ഈ 7 നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ഈ ഇക്വേഷനിൽ കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ, പിക്ക് 7x, പിക്ക് വരെ 7 കൊടുക്കുക. 7x മൈനസ് 6p പ്ലസ് 2. 6p എന്ന് പറയുമ്പോൾ 42, 42 പ്ലസ് 2 44 ഈക്വൽ ടു 0. ഇതിന്റെ റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 44. 44 ആകുമ്പോൾ 11 4 മൈനസ് പ്ലസ് മൈനസ് മൈനസ് ആയതുകൊണ്ട് പ്ലസും മൈനസും. വലിയ നമ്പർ പ്ലസ്, ചെറിയ നമ്പർ മൈനസ്. അപ്പൊ ഇതായിരിക്കും റൂട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുന്നത്? വൺ ഓഫ് ദ ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എത്രയുടെ? സെക്കൻഡ് ഇക്വേഷൻ എത്രയാണ്? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 3q പ്ലസ് 7 ആണ്. ഓക്കെ,
ഈക്വൽ ടു 0. ഇതിൽ ഈ ഫസ്റ്റ് ഇക്വേഷന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതിന്റെയും റൂട്ടാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഏത് റൂട്ടാണെന്ന് കണ്ടുപിടിക്കാണ്. ഓക്കെ, ഏത് റൂട്ടാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഒരു ഇക്വേഷനിലെ റൂട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സിന് പകരം എന്ത് ചെയ്യുക, ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇക്വേഷൻ 0 ആയി പോകേണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 11 സ്ക്വയർ 121 മൈനസ് ക്യൂ എക്സിന് വരും എത്ര വരും, മൈനസ് 11x, സോറി 11 ക്യൂ, നമ്മൾ എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ, പ്ലസ് 3q പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, 128 മൈനസ് 8q ഈക്വൽ ടു 0. ക്യൂ എന്ന് പറയുന്നത് എത്ര വരും, 16 വരും. ഓക്കെ, അപ്പൊ ആദ്യത്തിൽ തന്നെ കിട്ടി. നമ്മൾ നെഗറ്റീവ് ഇത് എടുത്ത് കൊടുത്തിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പൊ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പൊ ക്യൂ നമുക്ക് എന്ത് കിട്ടി, 60 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, 4 ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തായാലും എന്ത് വന്നു, 16 വന്നു ക്യൂവിന്റെ വാല്യൂ ആയിട്ട്. അപ്പൊ 4 മൈനസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, -4 സ്ക്വയർ 16 മൈനസ് ഉണ്ടാവും. ഇവിടെ -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആവും, 4q ആവും, പ്ലസ് 3q പ്ലസ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഇവിടെ 7q എന്ന് പറയുന്നത് എത്ര വരും, -23 ആയിട്ട് വരും. അപ്പൊ q എന്ന് പറയുന്നത് എന്തായാലും ഒരു നെഗറ്റീവ് വാല്യൂ വരും. എന്താ ഒരു കണ്ടീഷൻ ആയിട്ട് വന്നിട്ടുള്ളത്, പിയും ക്യൂ എന്താ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് കണ്ടീഷൻ വരുവിടെ ഇല്ല. ഇപ്പൊ കോമൺ റൂട്ട് ആരാണ്, കോമൺ റൂട്ട് നമുക്ക് ആരെന്ന് കിട്ടി, 11 ആണ് ഇതിന്റെ കോമൺ റൂട്ട് എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ആദ്യം 11 ഇട്ടപ്പോഴത്തേക്ക് ക്യൂവിന്റെ വാല്യൂ എത്രയാണ് വന്നേ, ക്യൂ 16 വന്നത്. ആ ക്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, എക്സ് സ്ക്വയർ മൈനസ് ക്യൂ എക്സ് പ്ലസ് 3q പ്ലസ് 7. ഈ ഇക്വേഷനിൽ ക്യൂവിന്റെ വാല്യൂ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, എക്സ് സ്ക്വയർ മൈനസ് 16x പ്ലസ് എത്ര വരും, 48 48ഉം 7ഉം 55. അപ്പൊ നമുക്ക് എത്ര കിട്ടും വാല്യൂ, 11ഉം 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയുക കിട്ടാനുള്ളത്, 2 റൂട്ട് കിട്ടിയില്ലേ, 11ഉം 5ഉം ആണ് രണ്ടാമത്തെ ഇക്വേഷന്റെ റൂട്ട്. ആദ്യത്തെ ഇക്വേഷന്റെ റൂട്ട് എത്രയാ, 11ഉം -4. ഇനി ചോദ്യം എന്താ, ഓരോ ഓപ്ഷൻ നോക്കുക. ഓക്കെ, സം ഓഫ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2 ഈസ് 16. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷന്റെ സം ഓഫ് റൂട്ട് 16 ആണ്. 15 5 കൂടെ കൂട്ടിയ 16 അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ ശരിയല്ലേ. അപ്പൊ ഈ സെക്കൻഡ് ഓപ്ഷൻ നോക്കുക, സം ഓഫ് ദ റൂട്ട് ഓഫ് ഇക്വേഷൻ 1 ഈസ് 7. 11ഉം -4 കൂടെ കൂട്ടിയ 7 അല്ലേ. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, ശരിയാണ്. തേർഡ് ഓപ്ഷൻ നോക്കുക, product of the root of the equation 1 is 44 -44 ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഉത്തരം എഴുതാം, ഓൾ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആണെന്ന് എഴുതാം. കാരണം അതിന്റെ 3 കറക്റ്റ് ആയിട്ട് വന്നു, ഇത് 3 മാത്രം വെക്കുന്ന ഓപ്ഷനും ഇല്ല. അപ്പൊ നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആദ്യത്തെ 2 കറക്റ്റ് ആകുമ്പോഴേ നമുക്ക് അറിയാം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അവസാനത്തെ ഓപ്ഷൻ ഓൾ ഓർ കറക്കുന്ന ഓപ്ഷൻ കുത്താവുന്നതാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കുക, ഇവിടെ എന്താ പറയുന്ന, A to B എന്നുള്ള ദൂരം ഒരു ബൈക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, ബൈക്ക് 20% മോർ, അവന്റെ യൂഷ്വൽ സ്പീഡിനേക്കാൾ 20% കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു, യൂഷ്വൽ ആയിട്ട് എടുക്കുന്ന ടൈമിനേക്കാൾ 170 മിനിറ്റ് കുറച്ചേ എടുത്തുള്ളൂ. അപ്പോ നമുക്ക് എന്ത് പറയാം, ഡി ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അവന്റെ യൂഷ്വൽ സ്പീഡ് എത്രയാ, യൂഷ്വൽ സ്പീഡും ന്യൂ സ്പീഡും. ഓക്കെ, യൂഷ്വൽ സ്പീഡ് എത്രയായിരുന്നു, 5x ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ന്യൂ സ്പീഡ് എത്രയായിരിക്കും, 20% കൂടുതലായിരിക്കും. 5x-ന് 20% കൂടുതൽ പറഞ്ഞാൽ എത്രയാവും, 6x ആവില്ലേ. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. യൂഷ്വൽ സ്പീഡിൽ പോകുമ്പോൾ ന്യൂ സ്പീഡിനേക്കാൾ എത്ര കൂടുതൽ എടുക്കുന്ന പറയുന്നത്, 160 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോ d/5x മൈനസ് d/6x ഇതെന്ന് പറയുന്നത് എത്ര ആയിരിക്കും, എത്ര സമയമായിരിക്കും, 160 മിനിറ്റ് ആയിരിക്കത്തില്ലേ. 160 മിനിറ്റിന് ഹവറിലോട്ട് ആകുമ്പോ എത്ര വരും, 16/6
2/3 വരില്ലേ? 2/3 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 2 8 8/3. ഓക്കെ, 8/3 എഴുതി കൂടെ? 160 നമുക്ക് 8/3 ഹവർ എഴുതി കൂടെ? ഇതാണ് എന്താ ഇക്വേഷൻ 1. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? യൂഷ്വൽ സ്പീഡിനേക്കാളും 10 km/h സ്പീഡിൽ കൂടുതൽ പോയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ എന്താ ചെയ്തത്? 240 മിനിറ്റ് എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ സേവ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതേ ദൂരം പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? യൂഷ്വൽ സ്പീഡിനേക്കാളും 10 km/h സ്പീഡിൽ കൂടി. യൂഷ്വൽ സ്പീഡ് 5x ആണെങ്കിൽ ന്യൂസ് സ്പീഡ് ഇപ്പോഴത്തെ ന്യൂസ് സ്പീഡ് എത്ര? 5x + 10. ഓക്കെ, അപ്പോ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ ഒന്ന് ഫോം ചെയ്തൂടെ? d/5x - b/5x + 10 എന്ന് പറയുന്നത് ആരാ? 4 മണിക്കൂർ അല്ലേ? ഓക്കെ, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എത്ര വരും? ഫസ്റ്റ് ഇക്വേഷൻ ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. താഴെ ഡിനോമിനേറ്റർ 30x² വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6dx വരും -5dx. എത്ര വരും? 1dx ആവില്ലേ? അപ്പൊ മോളില് dx എന്ന് വരും. ഈ എക്സും വെട്ടിപ്പോകുമ്പോൾ എന്ത് വരും? d/30x. ഓക്കെ, അതിനെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് d/30x എന്ന് കിട്ടും. ഈക്വൽ ടു 8/3 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് x എന്ന് പറയുന്നത് എത്ര വരും? പക്ഷെ d എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ d എന്ന് പറയുമ്പോൾ 80x എന്ന് വരില്ലേ? ആ 80x നമുക്ക് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? നോക്കുക. അപ്പോ 80x / 5x എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും? 80x / 5x + 10 എന്ന് പറയുന്ന ആര് വരും? ഇവിടെ 4 വരൂലേ? എക്സും വെട്ടിപ്പോയി. 80 5 കൂടെ കിട്ടുമ്പോൾ എത്ര വരും? ഇത് 16 വരില്ലേ? ഇതിനെ ഇക്വേഷന്റെ അപ്പുറത്ത് കൊണ്ടുപോകാം. 4 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ എത്ര വരും? 12 എന്ന് പറയുന്നത് എന്തോ വരും? 12 = 80x / 5x + 10 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60x + 120 എന്ന് പറയുന്നത് എത്ര വരും? 80x എന്ന് വരും. ഈ 60 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 20x ആവും. അപ്പൊ x എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 120/20. x എന്ന് പറയുന്നത് 6 എന്ന് വരും. ഓക്കെ, x എന്ന് പറയുന്നത് 6 ആയാൽ 80x അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടും? 80 × 6 480 എന്ന് കിട്ടും. അതാണ് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 480 അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സിയും ഡിയും ട്രാവൽ ചെയ്യണം. സിയും ഡി എന്ന് പറയുന്നത് എന്താ? എനെയും ബിനേക്കാളും എത്ര കൂടുതലാണെന്ന് പറയുന്നുണ്ട്? 96 കിലോമീറ്റർ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? മനസ്സിലായോ? സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 480 + 96 അല്ലേ? 576 കിലോമീറ്റർ ആണ് സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇതിൽ എന്താ ചെയ്യാനുള്ളത്? വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഓഫ് ദ ബൈക്ക് സോ ദാറ്റ് ഇറ്റ് ടേക്സ് 720 minutes ടു ഗോ ഫ്രം സി ടു ഡി. 720 minutes എടുക്കണം സി ടു ഡി കവർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ബൈക്കിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. 720 minutes എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 720/60 മണിക്കൂർ അല്ലേ? എത്ര വരും? 12 hour കിട്ടൂലേ? അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 576/12 ചെയ്യാം. എത്തുമ്പോ 48 96 അല്ലേ? 96 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പൊ സ്പീഡ് ഓഫ് ദ ബൈക്ക് എത്ര ആയിരിക്കണം? 48 km/h ആയിരിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക.